ഹായ് ഓൾ. ഞാൻ നേരത്തെ ഒരു ക്ലാസ് ചെയ്തിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. ഇത് 3rd പാർട്ടാണ്. ആദ്യത്തെ 2 പാർട്ട് നമ്മുടെ ഇതിലുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്, പോയി കണ്ടാൽ മതി. ഇതിപ്പോൾ 3rd പാർട്ട്, അതാണ്. ഇത് ലാസ്റ്റത്തെ പാർട്ടാണ്. നമ്മൾ 4 കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ 11 പ്രധാനപ്പെട്ട കടമെടുക്കലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ 7 എണ്ണവും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4 കോൺസ്റ്റിറ്റ്യൂഷൻ മിച്ചമുള്ളത്, ഏറ്റവും ലാസ്റ്റ് ഉള്ളതും കൂടെ നമ്മൾ എടുക്കുന്നുള്ളൂ. അതോടുകൂടി ഈ ഒരു പോർഷൻ തീരും. ഇത് ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞ് ഡിഗ്രി മെയിൻസ് എഴുതാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സിലബസിൽ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നൊക്കെ എന്തൊക്കെ ബോറോ ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം നമ്മൾ USSRൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെ എടുത്തു എന്നുള്ളത് പഠിക്കാം. ഇതിനൊരു റിവിഷനായിട്ട് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ പോയി നോക്കിയാൽ മതി. USSRൽ നിന്ന് നമ്മൾ എന്തൊക്കെ എടുത്തു എന്നുള്ളത് എളുപ്പമാണ് പഠിക്കാൻ. അതാണ് ഞാൻ ഷോർട്ട് വീഡിയോയും ചെയ്തത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അത് നമ്മൾ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത്. പിന്നെ പ്രിയാമ്പിൾ ഞാൻ നിങ്ങളോട് കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ജസ്റ്റിസ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന ഐഡിയൽ നമ്മുടെ ഇന്ത്യയിൽ ജസ്റ്റിസ് എന്തിലൊക്കെ കൊടുക്കും? പൊളിറ്റിക്കൽ ജസ്റ്റിസ്, രാഷ്ട്രീയപരമായ നീതി, പിന്നെ എക്കണോമിക് ജസ്റ്റിസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള, അല്ലെങ്കിൽ സാമ്പത്തികം എന്നല്ല എന്ന് പറയുന്നത്, സാമ്പത്തികമായിരിക്കും, അതായത് തുല്യത. എക്കണോമിക്, കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം പണം, ബാക്കി ബഹുഭൂരിപക്ഷ ആളുകളും പട്ടിണി കിടക്കുക, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുക. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതൊക്കെയാണ് ഈ ഒരു എക്കണോമിക് ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉറപ്പുവരുത്തുക. അപ്പം എക്കണോമിക് ജസ്റ്റിസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊടുക്കുന്നുണ്ട്, ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി. അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റിസ്, ദ ഐഡിയ ഓഫ് ജസ്റ്റിസ്, സാമൂഹിക നീതി, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്, ഈ 3 കാര്യങ്ങൾ പ്രിയാമ്പിളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഐഡിയയിൽ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തതെന്നുള്ളത് ഓർക്കുക. USSR എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റിസ് എന്നുള്ള പ്രിയാമ്പിളിൽ പരാമർശിച്ചിരിക്കുന്ന ഐഡിയലും നമ്മൾ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തതെന്ന് ഓർക്കുക. ഇനി അടുത്തത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതും വളരെ ഈസിയാണ്. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക് എന്ന് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റിപ്പബ്ലിക് എന്ന് പറയുന്ന വേർഡ് നമ്മൾ എടുത്തത്, അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ, നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് എലക്റ്റഡ് ഹെഡാണ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഇവിടെ പ്രസിഡന്റ് ആണ്, ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ഇവിടുത്തെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഇത് എലക്റ്റഡ് ആണ്. എലക്റ്റഡ് ഇൻ ദ സെൻസ് എന്താണ്? നമ്മൾ ജനങ്ങൾ ജയിപ്പിച്ച, അല്ലെങ്കിലും നമ്മൾ ജയിപ്പിച്ച് വിട്ട ആളുകൾ എലക്ട് ചെയ്യുന്ന ആളാണ് പ്രസിഡന്റ്. നമ്മൾ ഇൻഡയറക്ട്ലി ഡെമോക്രാറ്റിക്കലി എടുത്ത ഒരു വ്യക്തിയാണ് ആര്? പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എലക്റ്റഡ് ഹെഡുള്ള രാജ്യങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയും. പക്ഷേ ജന്മാവകാശം കൊണ്ട് രാജഭരണവും കാര്യങ്ങളും ഒക്കെയുള്ള ഹെഡുള്ള രാജ്യങ്ങളെ നമ്മൾ മൊണാർക്കി എന്നും പറയും. ഇപ്പം ചില ഗൾഫ് രാജ്യങ്ങൾ, ബ്രിട്ടനിൽ മൊണാർക്കി ഉണ്ട് ഇപ്പോഴും. അവർക്ക് പവർ കുറച്ച് കുറവാണെങ്കിലും ആ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഹെഡ് ഒരു മൊണാർക്കാണ്. അതായത് അവർക്ക് ജന്മാവകാശം വഴി കിട്ടിയതാണ് ആ ഒരു പദവി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഒരിക്കലും ആരും ജന്മാവകാശം വഴി എന്താവത്തില്ല, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആവത്തില്ല. അപ്പോൾ അതാണ് റിപ്പബ്ലിക് എന്നുള്ളത്. ദ ഐഡിയ ഓഫ് റിപ്പബ്ലിക് നമ്മൾ എടുത്തത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ വേറെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി, ഇത്രയും കാര്യങ്ങളും പ്രിയാമ്പിളിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ജസ്റ്റിസ് എന്ന് പറയുന്ന ഐഡിയൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എടുത്തതെന്ന് പഠിച്ചു. ഇവിടെ എന്ന് പറയുന്നത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. ഈ ഐഡിയ പ്രിയാമ്പിളിലുള്ള ബാക്കിയുള്ള ഐഡിയൽസ് ആണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. ഈ ട്രയോ ഈസ് വെരി ഫേമസ്. ഇത് നമ്മൾ എടുത്തത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്നും കൂടെ ഓർക്കുക. പിന്നെ ഒരെണ്ണം സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ നമ്മൾ എടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ എലക്ഷൻ ഓഫ് മെമ്പേഴ്സ്, രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിൻ്റെ എലക്ഷൻ നമ്മളെടുത്തത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നെടുത്ത പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്താണ് എന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് സേവ് ചെയ്ത് കേൾക്കുക. നമ്മൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ് എവിടെ ഫോളോ ചെയ്യുന്നത്? ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ ക്ലാസ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രൊസീജിയർ നമ്മളെടുത്ത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്നും ഓർക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത് മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഗ്രി മെയിൻസിൻ്റെ സിലബസിലുണ്ട്. അതിലെന്തൊക്കെ വരുന്നു എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. പലരും എന്നോട് ആർട്ടിക്കിൾസ് പഠിക്കാൻ കോഡുണ്ടോ എന്ന് ചോദിച്ചു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ്, ഇതൊക്കെ പഠിച്ചാൽ മതി. അപ്പം എല്ലാ ആർട്ടിക്കിളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 400+ ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, അതായത് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP,
പിന്നെ പ്രസിഡന്റ്, പാർലമെന്റിൻ്റെ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, അങ്ങനെയുള്ള പ്രത്യേകിച്ചും പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ ആർട്ടിക്കിൾസിലാണോ പരാമർശിച്ചിട്ടുള്ള അത് മാത്രം കാണാതെ പഠിച്ചാൽ മതി. സാലിയൻ ഫീച്ചേഴ്സിൻ്റെ അകത്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകളൊക്കെ ചോദിക്കും. അത് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ബാക്കിയും കൂടെ എടുക്കാം. അപ്പം ഇത് ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാലിയൻ ഫീച്ചേഴ്സ് ആ ഒരു പോർഷനിൽ വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത് പഠിക്കുക. പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാനിതിൻ്റെ പറയുന്നതായിരിക്കും. ബാക്കി സാലിയൻ ഫീച്ചേഴ്സ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഈസി ആയിട്ട്, ഇതൊക്കെ ഭയങ്കര ഈസിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സാലിയൻ ഫീച്ചേഴ്സ് വരുന്നത്. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മൾ അറിയണം, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം നമുക്ക് അത്രേ ഉള്ളൂ കാര്യങ്ങൾ. നന്നായിട്ട് പഠിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ടെലിഗ്രാം ചാനലിൽ ഞാൻ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് ചില PDF-ൽ. അത് നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.